പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പ്രായം നോക്കാതെ ഭാര്യയും ഭർത്താവുമായവരാണ് ഷെമിയും ഷെഫിയും. TT ഫാമിലി വ്ളോഗ്സ് അറിയാത്തവരായിട്ട് അധികം ആരും കാണില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് മുമ്പ് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രായത്തിൻ്റെ പേരിൽ ഇവർക്ക് ധാരാളം സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഷെമിക്ക് മറ്റൊരു വിവാഹത്തിൽ വേറെ മക്കളുണ്ട്. ആദ്യ വിവാഹം വേർപിരിഞ്ഞ ശേഷം ഷെമി മക്കളോടൊപ്പം ജീവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് അവർ വന്നിട്ട് ഷെഫിയെ പരിചയപ്പെടുന്നത്. ഷെമിക്ക് പ്രായക്കൂടുതലുണ്ട്, അതുകാരണമാണ് ധാരാളം വിമർശനങ്ങൾ ഇവർക്ക് നേരിടേണ്ടി വന്നത്. അപ്പോൾ അതിനുള്ള മറുപടിയൊക്കെ അവർ വീഡിയോ വഴി അവരുടെ ചാനലിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് വിഷമം വല്ലതും ഉണ്ടാവലുണ്ടോ? പിന്നെ ഇന്നത്തെ വീഡിയോയിൽ കാര്യമായിട്ട് പറയുന്നത് ഡിവേഴ്സ് കാര്യങ്ങൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളെ ഡിവേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ല. നമ്മൾ പോലും അറിയാണ്ട് നമ്മളെ ഡിവേഴ്സ് ഇങ്ങനെ സോഷ്യൽ മീഡിയക്കാർ ഇങ്ങനെ നടത്തിക്കൊണ്ട് നിൽക്കുകയാണ്. സത്യം പറയുകയാണെങ്കിൽ ഇതിൽ നിന്ന് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതും കാര്യങ്ങളും നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഫണ്ണാണെന്ന് പല വീഡിയോയിൽ നമ്മളെ വീഡിയോ ആദ്യം മുതൽ കണ്ട് ഇത് ഇപ്പോഴും നമ്മളെ കൂടെ ഉള്ള നിങ്ങൾക്ക് കുറെ ആൾക്കാർക്ക് അറിയാം. നമ്മൾ ചെയ്യുന്നതും നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന പല കാര്യങ്ങളും തമാശകൾ മാത്രമാണ്, കാര്യങ്ങളൊന്നും അതിലില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം അത് പല കാര്യങ്ങളും വെറുതെ ആവശ്യമില്ലാണ്ട് എടുത്ത് പൊക്കിട്ടിട്ട് പിന്നെ അതിന്റെ ബാക്കിൽ ഡിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തമ്മയിൽ കൊടുത്ത് അതിനെക്കുറിച്ച് സംസാരിക്കാൻ വില ആരാ അല്ലേ? അതൊക്കെ മോശം പരിപാടിയല്ലേ? ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരാളെ വീഡിയോ വെച്ചിങ്ങനെ വേറെ ആൾക്കാർ ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ, അതായത് വേറൊരുത്തന്റെ ഇറച്ചി വന്ന് തിന്നുക, അത് പബ്ലിക്കായിട്ട് അതിന് കുറെ ആൾക്കാർ കമന്റിലും ഇത് തിന്നണതിന് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു. അപ്പോൾ അടുത്തിടെ ഇവർ പിരിയുകയാണ്, ഡിവോഴ്സ് ആകുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു വാർത്ത അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ചുറ്റിക്കറങ്ങി വ്യാപകമായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഷെഫി ഒരു പിറന്നാൾ കേക്ക് കാണിച്ച വീഡിയോ, അതിൽ പ്രായം കൊടുത്തിരിക്കുന്നത് കണ്ടിട്ട് പലരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. ഷെമിയുടെ പ്രായവും അതുപോലെ ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു വീഡിയോ, ബർത്ത്ഡേ കേക്കിൻ്റെ കട്ടിംഗ് വീഡിയോ കഴിഞ്ഞിട്ട് ഒരു വലിയ ചർച്ചാ വിഷയമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെയാണ് ഇവർ വേർപിരിയുന്നു എന്ന രീതിയിൽ യൂട്യൂബിൽ ധാരാളം വീഡിയോസും അതുപോലെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വൈറൽ വീഡിയോസും ഒക്കെ വന്ന് തുടങ്ങിയത്. അപ്പോൾ അതിനും മറുപടിയായിട്ട് അവർ അവരുടെ ചാനലിൽ വീഡിയോസ് കൊടുത്തിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ അത്ര നല്ല കാര്യമായിട്ട് അത്രന്നില്ല, തീരെ മോശം കാര്യമായിട്ടാണ് ഇപ്പൊ വീഡിയോന്റെ മുന്നിൽ വെച്ച് നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം ഷെമിനോട് 1-2 ചോദ്യങ്ങളാണ്. ഞാൻ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് വിഷമം വല്ലതും ഉണ്ടാവില്ലല്ലോ? അതല്ലേ നമ്മൾ ചെയ്യല്? അതെ. അപ്പൊ അതൊക്കെ ഞങ്ങളൊരു പണ്ണം അപ്പൊ ഞങ്ങളതായിട്ടുള്ള രീതിയിലുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ കാണിട്ടുള്ളത്. അപ്പം അതിൽ കയറി അഭിപ്രായം പറയേണ്ട ആ കാര്യങ്ങൾക്കില്ല. ഇവിടെ നല്ലോ നോക്കുന്നുണ്ട്, അതാണ് എന്റെ വിശ്വാസം. ആണോ ഷെമി? എന്താ പറയ്? ആണോ അല്ലേ? എന്തെങ്കിലും കുറവ് ഞാൻ വരുത്തലുണ്ടോ? ഇല്ലല്ലോ. ഉണ്ടോ? പറഞ്ഞങ്ങ് പോയാൽ മതി. ഒരു വീഡിയോ ഇട്ടിങ് അതിന്റെ അത്യാവശ്യം റീച്ചും കിട്ടും, അതിൽ നിന്ന് കുറച്ച് പൈസയും കിട്ടും, അത് കണ്ട് ഞാൻ അങ്ങ് പോയാൽ മതി. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് അനുഭവിക്കേണ്ടതും ഇതിന് ഉത്തരം പറയേണ്ടതും ഞങ്ങളാ. തുടങ്ങി വെച്ചോൽക്ക് അങ്ങ് തുടങ്ങി വെച്ചങ്ങ് പോയാൽ മതി. എന്നാൽ രാത്രിയൊക്കെ ആൾക്കാർ ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്, ഓരോ വീഡിയോസ് ഇട്ട്. ഞങ്ങൾ സത്യം പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസുകളൊന്നും കാണാൻ നിൽക്കല്ലോ. ഒന്നാമത് റിയാക്ഷൻ വീഡിയോസ് പോലും ആരെ റിയാക്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് ഞങ്ങൾ കാണുന്നില്ല. അപ്പോൾ നമ്മളുടെ ഇങ്ങനെ ആൾക്കാർ ഇട്ട് ഇനി കാണണം നിർബന്ധിച്ച് ഞാൻ കാണിപ്പിക്കുക. ഇത് കണ്ടിട്ട് ഇനി അഭിപ്രായം വിളിക്ക്, എന്നിട്ട് കുടുംബത്തിലും ഇതിനൊക്കെ താനുള്ള ആൾക്കാർ നമ്മുടെ അടുത്ത് ഉണ്ടല്ലോ. അപ്പൊ ഇവര് വെറുതെ അതിലേക്ക് അങ്ങനത്തെ ഒരു ഇതിലേക്ക് എത്തിക്കരുത് എന്നുള്ളൊരു കാര്യം നമുക്കുണ്ട്. അപ്പൊ അതിനെ കൊണ്ട് പറയാം, അങ്ങനത്തെ ഞങ്ങളെ കുടുംബക്കാരും ഞങ്ങളെ കാര്യം ഞങ്ങൾക്കറിയാൻ നോക്കാൻ ഇവിടെ നല്ലോ നോക്കുന്നുണ്ട്. ഇനിയിപ്പോ എന്തെങ്കിലും ഉണ്ടോ ഷെമി? പറയൂല ഷെമി? അപ്പോൾ ഒരുപാട് പേർക്ക് ഇത് കണ്ടിട്ട് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇവർ തമ്മിൽ പിരിയുകയാണോ എന്നുള്ളൊരു സംശയം ധാരാളം പേർക്കുണ്ട്. വീഡിയോയിൽ ഞങ്ങൾ എല്ലാ ഫാമിലി പോലെ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. ഡിവേഴ്സിലേക്കൊന്നും എത്തിയില്ല. ഇനിയിപ്പോ എത്ര നല്ലോണം ജീവിക്കുന്നവരും ഡിവേഴ്സ് ആവും. ഇനിയിപ്പോ ഞങ്ങൾ തന്നെ എന്താ ഫണ്ണായിട്ടൊക്കെ അതൊക്കെ അല്ലേ ജീവിതം. അങ്ങനെ ഫണ്ണായിട്ട് നിങ്ങൾ ചെയ്തോടെ, അതിന് നിങ്ങൾ പൈസ ഉണ്ടായി ഒരു തമ്മിൽ വെച്ചോടെ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ അത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എടുത്തിട്ട് ഞാൻ റീച്ച് കയറ്റി അങ്ങനത്തെ പരിപാടിക്ക് നിൽക്കാൻ എങ്ങനെ അങ്ങനെ മനസ്സ് വരുന്നത്? അപ്പോൾ അതൊക്കെ മാക്സിമം അങ്ങനത്തെ കാര്യങ്ങളും ചെയ്യും. പക്ഷെ അത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എടുത്തിട്ട് ഞാൻ റീച്ച് കയറ്റി അങ്ങനത്തെ പരിപാടിക്ക് നിൽക്കാൻ എങ്ങനെ അങ്ങനെ കാര്യമായിട്ട് പറയുന്നത് ഡിവേഴ്സ് കാര്യങ്ങൾ അതൊക്കെ കഴിഞ്ഞ് അതൊന്നും നിങ്ങൾ അതെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ് നമ്മൾ സ്റ്റാർട്ടിങ് പറഞ്ഞു. പിന്നെ നമ്മൾ അതിങ്ങനെ പറയില്ല. ഈ പറയുന്ന കാര്യം ചെറിയ കട്ടെടുത്തിടുക, പുറത്തൊക്കെ ഇടുക, അടിച്ചാമ്പുക, അത്രേ ഉള്ളൂ. ആ ബാക്കിയുള്ള ആൾക്കാരെ കൂടി തെറ്റിദ്ധരിപ്പിക്കുക. അതാണ് ഒരു പഴഞ്ചൊല്ലുണ്ട്, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. സോഷ്യൽ മീഡിയ സത്യത്തിൽ ഒരുവിധം 100-ൽ ഒരു 10% നടക്കുന്നുണ്ടാവും. ബാക്കി 90% ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇങ്ങനത്തെ ടീം പ്രതികരിക്കുന്നതും എല്ലാ കാര്യങ്ങളും അവർ ഉണ്ടാക്കി പറയുന്നതും അതല്ലെങ്കിൽ ഓരോ ഊഹാഭൂഹങ്ങൾ മാത്രമാണ്. അതല്ലാണ്ട് അതൊന്നും സത്യമല്ല. പ്രിൻസ് എന്ന് പറഞ്ഞ പാടല്ലേ ഷെമി? അതിലുണ്ട് കുറെ കാര്യങ്ങളൊക്കെ. പക്ഷെ നമ്മൾ അതിലുള്ള പോണ സോഷ്യൽ മീഡിയ അഡിക്റ്റ് ആ പെണ്ണ് ഇങ്ങനെ കളിക്കുന്ന കുറച്ച് സീൻസ് ഒക്കെ ഉണ്ട്.
അവള് ഭയങ്കര നാളത്തെ കണ്ടന്റിനും വേണ്ടിയിട്ട് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അങ്ങനെ ഞങ്ങൾക്ക് ഏതായാലും ഇല്ല. പക്ഷെ അതിൽ വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് വലിയ വലിയ വിഷയമാക്കി മാറ്റണത്. അത് സോഷ്യൽ മീഡിയയിലുള്ള അത് ഇതിലുള്ള ഒരു എന്താ പറയാ കുട്ടി തേങ്ങട്ടാന്ന് പറഞ്ഞപ്പോൾ ആ ഒരു സംഭവം ഇതിലുള്ള കാര്യമാണ്. അപ്പം അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഒന്നുമില്ല ഇവിടെ ഞങ്ങൾ ഡിവേഴ്സ് ആയില്ല, ഒന്നുമില്ല. ഞങ്ങൾ നല്ല ഞങ്ങൾക്ക് വീഡിയോ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ എത്ര ആൾക്കാർ കാണുന്നുണ്ട് ഞങ്ങളുടെ ബ്ലോഗും അതുപോലെ റീലൊക്കെ നിങ്ങൾക്കൊന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പലർക്കും ഈ ടി ഫാമിലിയുടെ വാർത്തകൾ കേൾക്കാൻ അത്ര താല്പര്യവുമില്ല. മുമ്പൊക്കെ അവർക്ക് ഒരുപാട് ഫാൻ ബേസ് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴേക്കും ധാരാളം പേര് പറയുന്ന പോലെ ഇവരെ വിമർശിക്കുന്നവരും ഒരുപാട് സൈബർ അറ്റാക്ക് ചെയ്യുന്ന ആൾക്കാരും പിന്നെ ധാരാളം നെഗറ്റീവ് കമൻസും ഒക്കെ ഇവരുടെ എതിരെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പൂച്ചാക്കി അങ്ങനെ എന്താ പറയല്ലേ, അങ്ങനെ എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ട്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. സോഷ്യൽ മീഡിയ സത്യത്തിൽ ഒരുവിധം 100-ൽ ഒരു 10% നടക്കുന്നുണ്ടാവും. ബാക്കി 90% ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇങ്ങനത്തെ ടീം പ്രതികരിക്കുന്നതും എല്ലാ കാര്യങ്ങളും അവർ ഉണ്ടാക്കി പറയുന്നതും അതല്ലെങ്കിൽ ഓരോ ഊഹാഭൂഹങ്ങൾ മാത്രമാണ്. അതല്ലാണ്ട് അതൊന്നും സത്യമല്ല. പ്രിൻസ് എന്ന് പറഞ്ഞ പാടല്ലേ ഷിമേ, അതിലുണ്ട് കുറെ കാര്യങ്ങളൊക്കെ. പക്ഷെ നമ്മൾ അതിലുള്ള പോണ സോഷ്യൽ മീഡിയ അഡിക്റ്റ് ആ പെണ്ണിങ്ങനെ കളിക്കുന്ന കുറച്ച് സീൻസ് ഒക്കെ ഉണ്ട്. അവള് ഭയങ്കര നാളത്തെ കണ്ടന്റിനും വേണ്ടിയിട്ട് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അങ്ങനെ ഞങ്ങൾക്ക് ഏതായാലും ഇല്ല. പക്ഷെ അതിൽ വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് വലിയ വലിയ വിഷയമാക്കി മാറ്റണത്. അത് സോഷ്യൽ മീഡിയയിലുള്ള അത് ഇതിലുള്ള ഒരു എന്താ പറയാ പുട്ട് തേങ്ങട്ടാന്ന് പറഞ്ഞപ്പോൾ ആ ഒരു സംഭവം ഇതിലുള്ള കാര്യമാണ്. അപ്പം അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഒന്നുമില്ല ഇവിടെ ഞങ്ങൾ ഡിവേഴ്സ് ആയില്ല, ഒന്നുമില്ല. ഞങ്ങൾ നല്ല ഞങ്ങൾക്ക് വീഡിയോ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ എത്ര ആൾക്കാർ കാണുന്നുണ്ട് ഞങ്ങളുടെ ബ്ലോഗും അതുപോലെ റീലൊക്കെ നിങ്ങൾക്കൊന്ന് പറഞ്ഞൂടെ. അതാണ് അതുപോലെ വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നാളത്തെ ജീവിതത്തിനെ കുറിച്ചിട്ടോ അതിൻ്റെ ഒരു വിവാഹത്തിൻ്റെ ഒരു ഭാവിയെ കുറിച്ചിട്ടോ എന്ത് സംഭവിക്കുമെന്നോ എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒന്നും പ്രവചിക്കാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ ഉള്ളത് സന്തോഷകരമായിട്ട് ഉള്ളപ്പോൾ അത് ആ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുന്നതാണ് എപ്പോഴും ഉത്തമം. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ അവർ ഹാപ്പി ആയിട്ട് ജീവിച്ചു പോകുന്ന പോലെയാണ് കണ്ടിട്ട് തോന്നുന്നത്. എന്ത് കാരണം കൊണ്ടാണ് ഇവർ ഈ രീതിയിലുള്ള വീഡിയോസൊക്കെ സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യുന്നതെന്ന് ധാരാളം പേര് അതിൻ്റെ കാരണം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ അടുത്തിടെ അവർ അപ്ലോഡ് ചെയ്ത വീഡിയോസിലൊക്കെ ഷെമിയുടെ പ്രായത്തിനെ കുറിച്ചിട്ടൊക്കെ കളിയാക്കുന്ന രീതിയിലൊക്കെ സംസാരിച്ചു കൊണ്ടുള്ള വീഡിയോസൊക്കെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. അതിനെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് അറ്റാക്ക് ഇവരുടെ പുറത്ത് ഇവർ നേരിടേണ്ടി വന്നു. അപ്പോൾ ഇവർ വന്ന് കണ്ടന്റിന് വേണ്ടിയിട്ടും ഏർണിങ്സിന് വേണ്ടിയും റീച്ചിന് വേണ്ടിയും ഒക്കെയാണ് ഇതുപോലെ ചെയ്യുന്നതെന്നുള്ള അഭിപ്രായമാണ് ഒരുപാട് പേര് പറയുന്നത്. അധികമായിട്ടും ഈ യൂട്യൂബ് പോലെയുള്ള സോഷ്യൽ മീഡിയയിൽ ഉള്ള ക്രിയേറ്റേഴ്സൊക്കെയും ഒരു ഏർണിങ്സിന് വേണ്ടി തന്നെയും റീച്ചിന് വേണ്ടി തന്നെയുമാണ് വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ വീഡിയോയിൽ ഒരു ഡിവോഴ്സ് എഗ്രിമെൻ്റ് പോലെ ഒന്ന് കൊടുത്തിരുന്നത് പലരും അത് യഥാർത്ഥത്തിൽ ഒരു എഗ്രിമെൻ്റ് ആണോ എന്നുള്ള രീതിയിലാണ് നോക്കി കാണുന്നത്. അതുപോലെ തന്നെ ഒരുപാട് പേര് കാണാനുള്ളത് കൊണ്ടായിരിക്കും ഇവർ വീഡിയോസ് ഇതുപോലെയൊക്കെ ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ സ്നേഹത്തോടെ പല കുടുംബങ്ങളും ജീവിക്കുന്നത് കാണിക്കാറുണ്ട്. പക്ഷേ കുടുംബത്തിൻ്റെ ഉള്ളിൽ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് ആർക്കും തന്നെ അറിയില്ല. പിന്നെ അവർ കണ്ടന്റിന് വേണ്ടിയിട്ട് പലരും പല കാര്യങ്ങളും പറഞ്ഞെന്നിരിക്കും. പിന്നെ സോഷ്യൽ മീഡിയയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ബന്ധങ്ങളെയൊക്കെ ഡൈവേഴ്സിൽ കൊണ്ട് എത്തിച്ചിട്ടേ അവരും വിടുകയുള്ളൂ എന്നുള്ള മട്ടിലാണ് സാധാരണ ഒരുപാട് വിമർശനങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അവരുടെ ജീവിതം, അവരുടെ ഇഷ്ടം മറ്റുള്ളവർക്ക് പറയാനായിട്ട് യാതൊരു അധികാരവുമില്ല. പിന്നെ പബ്ലിക്കിൽ ഇതുപോലെയുള്ള ഓരോ വീഡിയോസൊക്കെ വരുമ്പോഴേക്കും ജനങ്ങളും അവർക്കും പല തരത്തിലുള്ള അഭിപ്രായങ്ങളാണ്. അപ്പോൾ അവർ അവരുടെ ഇഷ്ടമുള്ള രീതിയിലുള്ള കമൻസ്, അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും അതൊക്കെ സ്വാഭാവികമായിട്ടും അവരുടെ റൈറ്റ്സ് ആണ്. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ കമൻസ് ചെയ്യുന്നു. അതിന് അവരെയും കുറ്റം പറയാനായിട്ട് പറ്റില്ല. ഷെമി തന്നെ വീഡിയോയിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ യാതൊരു പ്രശ്നവുമില്ല ഷെമിക്ക്. നമ്മൾ തമാശയൊക്കെ പറഞ്ഞിട്ട് വീഡിയോസ് ചെയ്യുന്നു. പരസ്പരം അറിഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ ഒരു രസത്തിന് ചെയ്യുന്നത് പോലെയാണ് തോന്നുന്നത്. എന്തു തന്നെയായാലും ഒരു വിവാഹബന്ധത്തിന് പ്രായം ഒരിക്കലും ഒരു പ്രശ്നമേ അല്ല. ഇതൊക്കെ അവർ അറിഞ്ഞിട്ടാണല്ലോ തമ്മിൽ കല്യാണം കഴിച്ചത്. പക്ഷേ ഇതിൻ്റെ പേരിൽ അവർക്ക് ധാരാളം വിമർശനങ്ങളും നെഗറ്റീവ് കമൻസും ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഇവരെ ഇഷ്ടപ്പെടുന്നവരും വിമർശിക്കുന്നവരുമായിട്ടും ധാരാളം പേര് ഇവരുടെ ചുറ്റിലുമുണ്ട്. അപ്പോൾ ഒരുപാട് പേര് കുറ്റം പറയുന്നുണ്ട്, ഒരുപാട് പേര് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് എന്താണ് തോന്നുന്നത്? ഇവരുടെ ഈ വേർപിരിയലിനെ കുറിച്ചിട്ടുള്ള
വീഡിയോസ് ഇപ്പോൾ അടുത്തിടെ പബ്ലിഷ് ചെയ്തതാണല്ലോ ഒരുപാട് വിമർശനങ്ങളൊക്കെ കേൾക്കേണ്ടി വന്നത്. അപ്പോൾ അതിൽ നിങ്ങളെന്ത് വിചാരിക്കുന്നു, നിങ്ങൾക്ക് ഇതിൻ്റെ അഭിപ്രായം ഇതിനെക്കുറിച്ചിട്ട് എന്ത് തന്നെയായാലും മറക്കാതെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള പലതരം വിവാഹ ബന്ധങ്ങളിലും പല പല രീതിയിലായിരിക്കും അവർ വന്നിട്ട് സ്നേഹിക്കുന്നതും കല്യാണം കഴിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നതുമൊക്കെ. ഇതുപോലെ വേറെയും ഒരുപാട് വീഡിയോസ് ഇതുപോലെ വിവാഹം കഴിച്ചവരെ കുറിച്ചൊക്കെ നമ്മൾ കണ്ടിട്ടുമുണ്ട്. നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ഇതിൽ എന്താണ് തോന്നുന്നത്? ഈ പ്രായം എന്ന ഒരു ഘടകം വിവാഹത്തിൽ മുഖ്യമായിട്ടുള്ളൊരു പങ്ക് വഹിക്കുന്നതായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇതിന് നിങ്ങൾ മറുപടി എന്തായാലും രേഖപ്പെടുത്തുക. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുമായിട്ടും ഇതുപോലെ വേറൊരു വീഡിയോയിൽ കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുവരെ വീഡിയോ വാച്ച് ചെയ്തതിന് താങ്ക്സ് ഫോർ വാച്ചിങ്.